പാലാ രൂപത മിഷൻ ലീഗ് സംഘടനയുടെ നേതൃത്വത്തിൽ ഭരണങ്ങാനത്തേക്ക് നടത്തിയ അൽഫോൻസ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. പാലാ രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നായി ആയിരക്കണക്കിന് കുഞ്ഞു മിഷണറിമാർ അൽഫോൻസ തീർത്ഥാടനത്തിൽ പങ്കുചേർന്നു. അൽഫോൻസാമയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ 17ാം വാർഷികമായ ഒക്ടോബർ 12-ന് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ തീർത്ഥാടന ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. സഹനങ്ങളെ പഴിക്കാതെ രക്ഷാകരമാക്കാനും നിരാശയിലേക്ക് വീഴാതെ ദൈവത്തിങ്കിലേക്ക് തിരിയാനും വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതായി മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സന്ദേശത്തിൽ പറഞ്ഞു. അൽഫോൻസാമയുടെ മാതൃക നാം പിന്തുടരണമെന്നും നിരാശ ഇന്നത്തെ പ്രധാന പ്രശ്നമാണെന്നും മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അനുസ്മരിച്ചു. നമ്മുടെ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കണം. അനുദിന പ്രാർത്ഥനയിൽ സന്തോഷം കണ്ടെത്തിയവളാണ് അൽഫോൻസാമ. ജീവിത യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റെടുത്ത് ജീവിച്ച വിശുദ്ധിയാണ് അൽഫോൻസാമയെന്നും വിശുദ്ധ ജീവിതങ്ങളാണ് സഭയുടെ ശക്തിയും മൂലധനവുമെന്നും ബിഷപ്പ് പറഞ്ഞു. ഞാൻ ഈ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടല്ലോ, ഏറ്റവും അടുത്ത കൂട്ടുകാരനും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള കൂട്ടുകാരൻ ആരാണെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ കുട്ടികൾ പലരുടെ കാര്യങ്ങൾ പറയും. അൽഫോൻസി അമ്മയാണെങ്കിൽ വളരെ കാരണം പറഞ്ഞതിന് ആരാണ്? കൊച്ചുദേശിയാണ് പറഞ്ഞത്. പക്ഷേ കൊച്ചുദേശി അല്ല പറഞ്ഞത്, ഏറ്റവും അടുത്ത സുഹൃത്ത് ഈശോയാണ്, ബെസ്റ്റ് ഫ്രണ്ട് ഈശോയാണ്. ഈ വിശുദ്ധരുടെ എല്ലാം ബെസ്റ്റ് ഫ്രണ്ട് ഈശോയായിരുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ്? നാം ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. കുട്ടികളോട് നിങ്ങൾ ചോദിക്കണം, ഈ കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആരാണ്? കൂട്ടുകാരി ആരാണ്? ഈശോ എന്ന് പറഞ്ഞാൽ അതാണ് ശരിയായ ഉത്തരം. ഈശോ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ അവരെ എവിടേക്ക് നയിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാതെ സ്വർഗത്തിലേക്ക് നയിക്കും. ഞാൻ പറഞ്ഞല്ലോ, കുറുക്കു വഴിയിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേർന്ന കൊച്ചുത്രേസ്യായി പോലെ തന്നെ കുറുക്കു വഴികളിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേർന്ന അൽഫോൻസായ നമുക്കുണ്ട്. രൂപതയിലെ 10, 11, 12 ക്ലാസുകളിലെ വിശ്വാസ പരിശീലനം നടത്തുന്ന കുട്ടികളാണ് തീർത്ഥാടനം നടത്തിയത്. മിഷൻ ലീഗിന്റെ വിവിധ മേഖലകളുടെ നേതൃത്വത്തിൽ രൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള അംഗങ്ങൾ റാലിയിൽ പങ്കുചേർന്നു. ഞങ്ങൾ കൊഴുവനാൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് അൽഫോൻസാമയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ച ഈ ദിവസം അൽഫോൻസാമയുടെ സന്നിധിയിൽ ഞങ്ങൾ പാലാ രൂപതയിലെ 171 ഇടവകളിലെ 1000ഓളം കൗമാരക്കാർക്ക് ഒത്തുചേരാനും പ്രാർത്ഥിക്കാനും അവസരം കിട്ടിയതിനോർത്ത് ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ പ്രായത്തിൽ ഞങ്ങൾ കൗമാരക്കാർക്ക് ഞങ്ങളുടെ പഠനത്തിലും മറ്റ് എല്ലാ ആവശ്യങ്ങളിലും ഒത്തിരിയേറെ ഞങ്ങളെ സഹായിക്കുന്ന ഒരാളാണ് അൽഫോൻസാമ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സന്നിധിയിൽ ഒത്തുചേർന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാനും ഒരുമിച്ച് കൂടാനും അവസരം കിട്ടിയതിനോർത്ത് ഒത്തിരി നന്ദി പറയുന്നു. പാലാ ഭാഗത്തു നിന്നും വന്നവർ മേരിഗിരി ആശുപത്രിയുടെ സമീപത്തു നിന്നും, അരുവിത്ര ഭാഗത്തു നിന്ന് വന്നവർ വട്ടോളിക്കടവ് ഭാഗത്തും സമ്മേളിച്ച് റാലിയിൽ പങ്കെടുത്തു. 4 ബാച്ചുകളിലായി 10,000-ലധികം കുട്ടികൾ എത്തിച്ചേർന്നു. ആദ്യ ബാച്ച് രാവിലെ 10-ന് അൽഫോൻസാമയുടെ കബറിടത്തിങ്കലെത്തി. തുടർന്ന് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. രണ്ടാമത്തെ ബാച്ച് 11:45-നും, മൂന്നാമത്തെ ബാച്ച് ഉച്ചകഴിഞ്ഞ് 1:30-നും, നാലാമത്തെ ബാച്ച് ഉച്ചകഴിഞ്ഞ് 2-നും കബറിടത്തിങ്കലെത്തിച്ചേർന്നു. റാലിയിൽ എത്തിയ കുട്ടികൾക്ക് പ്രത്യേകം വിശുദ്ധ കുർബാന ഇടവക ദേവാലയത്തിൽ ക്രമീകരിച്ചിരുന്നു. രൂപതാ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ, മോൺസിഞ്ഞോർ ജോസഫ് മലയപ്പറമ്പിൽ, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ എന്നിവർ സന്ദേശം നൽകി. ആരാണ് ക്രിസ്തു? എന്താണ് വിശ്വാസം? എന്താണ് സഭ? എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും ഈ 19 വരെ വിശ്വസിക്കുന്ന ഈശോയിൽ ഞാനും വിശ്വസിക്കുന്നു. അവനും വെടിയേറ്റ് മരിക്കുകയാണ്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഇതാണ് വിശ്വാസം. നെഞ്ചിനുള്ളിലെ തീയാണ്, ആവേശമാണ്, ബോധ്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഈശോ മിശിഹായുടെ കുരിശുമരണം മുതൽ സഭയുടെ ഇതുവരെ രക്തം നോക്കിയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ വിശ്വാസത്തിന് വേണ്ടി പിടഞ്ഞു മരിച്ചവരാണ്. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളില്, ആഫ്രിക്കൻ രാജ്യങ്ങളില്, നൈജീരിയയിലുമൊക്കെ അനേകായിരങ്ങള് ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ട് രക്തം ചിന്തുകയാണ്. നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് വലിയ ബോധമുണ്ടാകണം. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പ്രിയമുള്ള അച്ഛന്മാരെ, പ്രിയമുള്ള മതാധ്യാപകരെ, വാഴ്ത്തപ്പെട്ട അൽഫോൻസാമയെ വിശുദ്ധിയായിട്ട് ബെനഡിക്ട് 16 മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത് 2008 ഒക്ടോബർ 12-ാം തീയതിയാണ്. ഇന്നേക്ക് 17 വർഷം മുമ്പ് അതിൻ്റെ 17ാം വാർഷികമാണ്. ഞങ്ങളുടെ ഭരണങ്ങാനത്ത് വളരെ ഭക്തിപൂർവ്വം അത് ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പാലാ രൂപതയിലെ എല്ലാ പള്ളികളിൽ നിന്നുമായിട്ട്
മുതിർന്ന ക്ലാസ്സുകളിലെ 10,000-ഓളം കുഞ്ഞുങ്ങൾ അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 11:30 വിശുദ്ധ കുർബാന കോതമംഗലം രൂപതയുടെ അധ്യക്ഷനായ ജോർജ് മടത്തിക്കണ്ടത്തിൻ്റെ പിതാവാണ്. അതുപോലെ ഇന്ന് രാവിലെ മുതൽ വൈകുന്നവരെ വിശുദ്ധ കുർബാനയുടെ അർപ്പണമുണ്ട്. ധാരാളം ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ടീം വന്നിരുന്നു, രാവിലെ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ കർണാടകയിൽ നിന്നുള്ള ടീംസ് വന്നിരുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. എല്ലാവർക്കും അൽഫോൻസാമ്മയുടെ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വിറ്റ്സർലൻഡിലെ ഖൂർ രൂപതയിൽ നിന്ന് സൂർസെൽവ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ബ്രൈൽ ബ്രീഗൽസ് എന്ന പള്ളിയിൽ നിന്നുള്ള ആളുകളാണ് ഇന്ത്യ കാണുവാനായിട്ട് ആദ്യമായിട്ട് എത്തിയിട്ടുള്ളത്. ആദ്യമായി അവരുടെ ജീവിതത്തിൽ ഇന്ത്യ കാണുകയാണ്. അപ്പോൾ അതൊരു കൾച്ചറൽ യാത്രയായിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേസമയം വളരെ പ്രധാനപ്പെട്ട അൽഫോൻസാമ്മയെ പോലുള്ള വിശുദ്ധരുടെ കബറിടം സന്ദർശിക്കുകയും ഇവിടുത്തെ ക്രിസ്ത്യൻ ജീവിതം എത്രമാത്രം ജീവസുറ്റതാണെന്നുള്ളതിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു ഉദ്ദേശം കൂടി എനിക്കുണ്ട്. കാരണം യൂറോപ്പിലെ പള്ളികൾ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്, വിശ്വാസത്തിൻ്റെ തീവ്രത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഈ ഭാഗത്ത് വളരെ ജീവസുറ്റ സഭ നിലനിൽക്കുന്നുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമായിട്ടും അൽഫോൻസാമ്മയുടെ കബറിടത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ ദിവസം അൽഫോൻസാമ്മയുടെ പുണ്യപ്പെട്ട ഓർമ്മ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങളും മുതിർന്നവരും പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ അധ്യാപകരും കുട്ടികളും ഇവിടെ എത്തിച്ചേരുന്നത്. ഈ ദിവസമാണല്ലോ അൽഫോൻസാമ്മ വിശുദ്ധയായിട്ട് നാമകരണം ചെയ്യപ്പെട്ട ദിവസം. ഈ ദിവസത്തിന്റെ പ്രാധാന്യം അനുസ്മരിച്ചുകൊണ്ട് പാലാ രൂപതയിലെ സൺഡേ സ്കൂളുകളിലെ 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഏതാണ്ട് 10,000 കുട്ടികളാണ് ഇന്നിവിടെ തീർത്ഥാടനം നടത്തുന്നത്. അവർ വളരെ ഭക്തിപൂർവ്വം 4 സമയങ്ങളിലായിട്ട് എത്തിച്ചേരുകയും ഇവിടെ അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും അതിനുശേഷം താഴത്തെ ഫൊറോന പള്ളിയിലെ പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ പിരിയുകയുമാണ് ഈ ദിവസം. ഇത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വലിയൊരു ഓർമ്മ ദിനമാണ്. അൽഫോൻസാമ്മയെ അനുസ്മരിക്കുമ്പോൾ ദൈവീക സ്മരണകളാണ് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. കാരണം ദൈവത്തോട് ചേർന്ന് നിന്ന വ്യക്തിത്വമാണ് അൽഫോൻസാമ്മ. അൽഫോൻസാമ്മയെ കണ്ടവർക്ക് ഈശോയെ കാണുന്ന അനുഭവം ഉണ്ടായി, കേട്ടവർക്ക് ഈശോയെ കേൾക്കുന്ന അനുഭവം ഉണ്ടായി. അൽഫോൻസാമ്മയുടെ സാന്നിധ്യം പകർന്നത് ഈശോയുടെ അനുഭവമാണ്. സ്വർഗത്തെ നോക്കി ജീവിച്ച വിശുദ്ധ അൽഫോൻസാമ്മയെ ഓർത്ത് തീർത്ഥാടനം നടത്തുമ്പോൾ നമ്മൾ സ്വർഗീയ തീർത്ഥാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് എന്ന വലിയ ഓർമ്മയാണ് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഈ ദിവസം ഇത്രമാത്രം കഷ്ടപ്പെട്ട് എല്ലാ ഇടവകളിൽ നിന്നും അധ്യാപകരുടെ നേതൃത്വത്തിൽ മുതിർന്ന കുട്ടികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അതേ ആത്മസാക്ഷാത്കാരം സംതൃപ്തി പ്രാപിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു വലിയ ഓർമ്മയുടെ ദിനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ കൂടി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും നല്ല ഓർമ്മകളും പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തീർത്ഥാടന കേന്ദ്രം റെക്ടർ റവറൽ ഡോക്ടർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു കുറ്റിയാനിക്കൽ, വൈസ് റെക്ടർമാരായ ഫാദർ ജോസഫ് അമ്പാട്, ഫാദർ ആന്റണി തോണക്കര എന്നിവർ നേതൃത്വം നൽകി. ഒക്ടോബർ മാസം 12-ാം തീയതി അൽഫോൻസാമ്മയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചതിൻ്റെ ആ ദിവസത്തിൽ തന്നെ പാലാ രൂപതയുടെ 171ഓളം ഇടവകളിൽ നിന്ന് ആയിരക്കണക്കിന് കൗമാരക്കാരാണ് ഇന്ന് അൽഫോൻസാമ്മയുടെ കല്ലിറങ്കയിൽ ഒത്തുകൂടിയത്. 10-ലും 11-ലും 12-ലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ പരീക്ഷാക്കാലത്തൊക്കെ അൽഫോൻസാമ്മയുടെ വലിയ സഹായം ലഭിക്കുവാനും അവിടെ മുന്നോട്ടുള്ള അവരുടെ ഭാവി ജീവിതങ്ങളെല്ലാം അൽഫോൻസയുടെ മുമ്പിൽ സമർപ്പിക്കുവാനൊക്കെ അവർ ഓടിയെത്തിയത് വലിയ ഒരു വിശ്വാസത്തിൻ്റെ ആവേശത്തോടു കൂടിയായിരുന്നു. അത് വലിയൊരു ആത്മീയ നിറവ് നൽകുന്ന ഒരു അനുഭവമായി പറളങ്ങാനത്ത് ഇന്ന് അനുഭവപ്പെട്ടു. ക്യാമറമാൻ ജോസഫിനൊപ്പം സജി ആൻ്റണി, ഷെക്കിന ന്യൂസ്, കോട്ടയം.